നബിയെ, തങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് ഹദീസുകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ മറന്നുപോകുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും അതിനൊരു പരിഹാരം വേണമെന്ന് അവിടുന്ന് ഇസ്തിഗാസ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പരിഹാരം നൽകിയത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. അതിനുശേഷം ഞാൻ ഒരൊറ്റ ഹദീസും മറന്നിട്ടില്ല എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും തിർമുദിയിലും നസായിലും തൊബറാനിയിലും ദാറഖൂത്തിനിലും ദാരിമിയിലും ഇബ്നു മാജയിലും ഏതേത് ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേജുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിലെ ഓരോ പേജുകളിലും അൻ അബീ ഹുറൈറത്ത എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഹദീസ് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം തന്നെ എനിക്ക് ഇസ്തിഗാസയിലൂടെ കിട്ടിയ ഹദീസാണിത്, ഈ ഹദീസ് എനിക്ക് കിട്ടിയത് നിബിതങ്ങളിൽ നിന്ന്, എനിക്ക് മെമ്മറിയിൽ നിലനിന്നത് അവിടുത്തെ സഹായം കൊണ്ടാണ് എന്നുകൂടിയാണ് അതിൻ്റെ ഒക്കെ താല്പര്യം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ, മുജാഹിദുകാരെ, നിങ്ങൾ ഈ വഹാബികളെ, നിങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ തുറന്നേക്കല്ലേ എന്നും അതിന് താല്പര്യമുണ്ട്. തലമുറക്ക് കൊടുക്കാൻ മാത്രം എൻ്റെ മെമ്മറിയിൽ നിന്ന് പ്രശ്നം, അത് മാറ്റി തന്നത് തങ്ങളോട് ഞാൻ ഇസ്തിഗാസ ചെയ്തിട്ടാണ്. ഇസ്തിഗാസയിൽ വിശ്വാസമുള്ളവർ മാത്രം വായിച്ചാൽ മതി. അൻ അബീ ഹുറൈറത്ത എന്നുകൂടിയുണ്ട്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകതസ്കരിക്കും. നമുക്കും അതിനൊക്കെ സാധ്യത ഉണ്ട്. എപ്പോൾ വുളു എടുത്താലും ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ നിസ്കരിക്കും. ആ നിസ്കാരത്തിൻ്റെ കൂടെ വുളുവിൻ്റെ സുന്നത്ത് കൂടി എന്ന് കരുതിയാൽ ലഭിക്കുമല്ലോ ആ കൂലി. സെപ്പറേറ്റ് വേറെ നിസ്കരിക്കാനൊന്നും നമുക്ക് തഖ്വ ഈമാനൊന്നും കൂടുതലില്ലെങ്കിലും അങ്ങനെയെങ്കിലും ഒരു നിയത്ത് വെക്കണം. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ തസ്ബീഹ് മാലയിലെ മണികളുടെ എണ്ണം 2000 തസ്ബീഹ് മാല ഉപയോഗിക്കാൻ ബിദ്അത്താണെന്നും അങ്ങനെ എണ്ണം പിടിക്കണ പരിപാടി പാടില്ലെന്നും എന്ന് പറയുന്ന ആൾക്കാർ സുയൂത്തി ഇമാം റഹിമഹുള്ളയുടെ കാലത്തുണ്ടായിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സുയൂത്തി ഇമാം ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ അബൂ ഹുറൈറ തങ്ങളുടെ ഈ തസ്ബീഹ് മാലയാണ് പ്രധാനമായും തെളിവായി കൊണ്ടുവരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ 2000 × 6 12000 തസ്ബീഹിലും 12000 തസ്ബീഹിൽ നാളാം. എന്തിനാണ് ഇത്രയും തസ്ബീഹ് ചൊല്ലുന്നത് എന്ന ചോദ്യത്തിന് മഹാന്റെ മറുപടി ഉസബ്ബിഹു ബിഖദ്രി ദംബി. എത്ര തെറ്റാ അബൂ ഹുറൈറ ചെയ്തു പോയത്, ഇതൊക്കെ ഒന്ന് പുറത്തു കിട്ടണ്ടേ എന്ന്. കണ്ടോ, അള്ളാഹുവിനെ അറിഞ്ഞവർക്കാണ് താഴ്മ ഉണ്ടാവുക. അള്ളാഹുവിനെ അറിയാത്തവർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയ ഇബാദത്തിൽ തന്നെ വലിയ വിചാരങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് കരയാണ്. അതിന് മഹാനോട് പരിസരത്തുള്ള ആൾക്കാർ ചോദിച്ചു, ഖലീൽ, യാത്ര നീണ്ട യാത്രയല്ലേ പോണത്, കയ്യിൽ കരുത്തു സ്വത്തും ഒന്നും ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, വഹ്മിലി സിഖല, ലഗേജ് ഫുള്ളാക്കണേ, ഫൈന സഫര തവീൽ, യാത്ര വലിയ, ഒരു 4-5 നേന്ത്രപ്പഴമുള്ള ഒരു കൊലയും പിന്നെ കുറച്ച് അവലും ഒരു ക്യാനിൽ വെള്ളം ഉണ്ടെങ്കിൽ 1.5 ദിവസത്തേക്ക് ദാൽസീന ഒപ്പിക്കാം. ഇത് 1.5 ദിവസമൊന്നുമല്ല, കോടിക്കണക്കിന് കൊല്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് കൊല്ലം ഉണ്ടായാലും തീരാത്ത കാലം. കോടി ഇന്ന് അത്രയും കാലം പറഞ്ഞെന്ന് വിചാരിച്ചോ, എന്നാലും ആ കാലം തീരുമോ? ഈ ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ടുള്ള കാലം നീണ്ട യാത്രയാ മോനെ. അതുകൊണ്ട് ലഗേജ് ഫുള്ളാക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുണ്ട് നമുക്ക് കാര്യമായിട്ട് ഇബാദത്തൊക്കെ എടുത്തു പറയാൻ? 1-ാം ആണ്ട് പ്രഖ്യാപിച്ചത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഖുറത്തു സാദാത്ത് കൂറത്തങ്ങൾ ഉപ്പാപ്പൻ്റെ 1-ാം ആണ്ടിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൂറത്തങ്ങൾ ഷാഫി ഇമാമിൻ്റെ ക്ലാസ്മേറ്റോ ഇബ്നു ഹജർ തങ്ങളുടെ സമകാലികനോ അല്ല എന്നർത്ഥം. വഫാത്തായിട്ട് കുറഞ്ഞ ദിനങ്ങളെ ആയിട്ടുള്ളൂ. ആ തങ്ങളുപ്പാപ്പ റമദാനിൽ 22 ഖത്മ ഓതി തീർക്കാറ്. 22 ഖത്മ. തങ്ങൾ തന്നെ പറയുന്നത് ഒരു ശകലം ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അധ്വാനിച്ചാൽ ഓതുന്നതിനെന്താ, ഞാനൊരു റമദാനിൽ 27 ഖത്മ ഓതിയിട്ടുണ്ട്. ഒരു മാസം തികയുമ്പോൾ നമുക്കെന്താ ഖുർആനിനോടുള്ള ബന്ധം?
മോനെ യാത്ര നീണ്ടതാണ്, ലഗേജ് ഫുള്ളാക്കണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ലഗേജ് ഫുള്ളാ. ഇനി അതിലുണ്ടോ വെക്കാനൊരിടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിപ്പിലും നടത്തത്തിലും കടത്തത്തിലും യാത്രയിലും വിജയത്തിലും മുന്നേറ്റത്തിലും നാട്ടിലും എല്ലാ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം കൂടിയിട്ട് ഹദീസുകൾ എഴുതി വെച്ച് എന്ന് പറഞ്ഞാൽ മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് അടുത്തൊരു തലമുറക്ക് പകർന്ന് ഖിയാമത്ത് നാൾ വരെ ഹദീസ് ദർസിന്റെ മുഴുവൻ കൂലിയും അക്കൗണ്ടിലേക്ക് നിറച്ചു വെച്ച ആളാ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ വഫാത്തിന്റെ സമയത്ത് കരയാണ്, എൻ്റെ വലിയ യാത്രക്ക് ലഗേജിൽ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഇത് വിശദീകരിച്ചുകൊണ്ട് യത്ബഉൽ മയ്യത്ത് സലാസുൻ എന്ന ഹദീസിനെ മാത്രം വ്യാഖ്യാനിച്ച് ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുള്ള എഴുതിയ കിതാബിൽ കാണാം, ലഗേജ് ഫുള്ളായ ആൾക്കാർ കരയാ. എങ്ങനെ? ലഗേജിൽ നിറയെ സാധനങ്ങളുള്ള അബൂ ഹുറൈറ കരയാണ്. ലഗേജ് കാലിയായ നമ്മൾ ആർത്തുല്ലസിച്ച് ചിരിച്ചു കളിച്ച് നടക്കുകയാണ്. വൈരുദ്ധ്യമല്ലേ മോനെ എന്നാണ് ചോദ്യത്തിന്റെ താല്പര്യം. നമ്മൾ ചിരിച്ചു കളിക്കുക, ലഗേജ് ഫുള്ളായ മഹാന്മാര് കരയുകയാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഹദീസ് പഠിച്ചു പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന റാവിയെ ആദ്യം തന്നെ ബറക്കത്തിന് വേണ്ടി പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് പറയുന്നതും കേൾക്കുന്നതൊക്കെ അവിടുത്തെ ബറക്കത്തും ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഉപകാരം ഉണ്ടാവണം. ഇല്ലെങ്കിൽ പുതിയ കാലത്തെ പ്രഭാഷണങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നല്ല വാഴട്ടോ മൂപ്പര നമുക്ക് അടുത്തല്ലോ വിളിക്കല്ലേ, മോശമില്ലല്ലോ മൂപ്പര, വെറുതെ സമയം കളയുന്നില്ല അല്ലേ, മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ആമീൻ ബിബറക്കത്തി റസൂലില്ലാ, തീർന്നു. ആ പ്രാവശ്യത്തെ വയൽ കഴിഞ്ഞു. അതുകൊണ്ടാ മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ പറഞ്ഞത്, ഫൽ ആലിമു മൻ സഇദൽ മിമ്പർ ഇൻദൽ അവാം. സാധാരണക്കാരുടെ കണ്ണിൽ ഒരാൾ ആലിമാവുക എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ ഇരിക്കുക, വ്യൂവേഴ്സ് കൂടുക, സബ്സ്ക്രിപ്ഷൻ വർദ്ധിക്കുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അത് പോരാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊന്ന് ഈ ഹദീസിലൂടെ ജീവിക്കാൻ നമുക്ക് പറ്റണം. ഈ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുമയിലൂടെ കടന്നു പോകാൻ വഴിയൊരുക്കണം. ഹദീസുകൾ പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ്. എല്ലാ ദിവസവും ഒരു ഹദീസെങ്കിലും പഠിക്കാൻ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഹദീസ് ക്ലാസ്സിലെങ്കിലും ഇരിക്കാൻ നമ്മളൊക്കെ റെഡിയാവണം. എത്ര സംവിധാനങ്ങൾ, അവസരങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരില്ലേ നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കണം. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ അയാളിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിക്കാൻ വലിയ താല്പര്യമായിരിക്കും. ഒരൊറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു മാസം യാത്ര ചെയ്ത സ്വഹാബിമാരുണ്ട്. ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി ഒരു മാസം യാത്ര ചെയ്ത മഹാന്മാരുണ്ട്. 3 മാസം യാത്ര ചെയ്ത മഹാന്മാരുണ്ട് ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ നാട്ടിൽ തന്നെ സംവിധാനങ്ങളുണ്ട്. അസ്സുഫ ദർസ് സംവിധാനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മളത് സ്ഥാപിച്ചെടുക്കണം. ഹദീസുകൾ പഠിക്കണം, ക്ലാസ്സുകളിൽ ഇരിക്കണം. അത് നമ്മുടെ ഖൽബ് നന്നാവാനുള്ള ഒരു വസീലയാണ്, ഒരു മാധ്യമമാണ്.